ഹായ് ഓൾ, ഇറ്റ്സ് മീ. വെൽക്കം ബാക്ക് ടു വാൻഡറിങ് ഓഫ് ലീ. എല്ലാവർക്കും മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ മസനഗുഡി പോകാനായിട്ട് ഉള്ള ട്രിപ്പിലാണ്. നേരെ മസനഗുഡി പോയി അവിടെ നിന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് നേരെ ഊട്ടിക്ക് കയറുന്നത് ഒരു വ്ളോഗ്. അപ്പോൾ നമുക്ക് നേരെ യാത്ര തുടങ്ങാം. എന്തായാലും മറ്റേ നമ്മുടെ അസ്ലം പോയം ആയിട്ട് ആ വീഡിയോ കണ്ടല്ലോ, വൈറലായ മസനഗുഡി വഴി ഊട്ടി ഒരു വല്ലാത്ത യാത്ര എന്നുള്ളത് അന്ന് തൊട്ടുള്ള ആഗ്രഹമാണ്. എന്തായാലും ഒന്ന് ഇങ്ങനൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് ഇങ്ങനൊന്ന് പോകണമെന്ന്. അത് പക്ഷേ ഇന്നാണ് നടന്നത്. നമ്മുടെ മസനഗുഡി എന്നുള്ള ആ ഒരു ഇതിൽ മയിൽ നിൽക്കുന്നുണ്ടോ? അതാണ്ട് അപ്പുറത്തും ഒരെണ്ണം നിൽപ്പുണ്ട്. സാധനം കൊക്ക. ഇപ്പം നമ്മൾ നിൽക്കുന്നത് മസനഗുഡിയിലാണ്. നമുക്ക് മസനഗുഡി ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയുണ്ട്, ഇവിടെ ഒരു ഡാം കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് അവിടെ എല്ലാം ഒന്ന് പോയി പോകുന്ന വഴിയിൽ മൃഗങ്ങളെ കാണാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. ഈ നേരെ കിടക്കുന്ന ഊട്ടിയിലോട്ടുള്ള റൂട്ടാട്ടോ. ഭീമാകാരമായ കാള നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് പ്രൈവറ്റായിട്ട് വണ്ടിയിൽ പോകാം. നമ്മുടെ കാറുണ്ടല്ലോ ബൈക്കുണ്ടല്ലോ, നമുക്ക് പ്രൈവറ്റ് വണ്ടിയിൽ നമുക്ക് അങ്ങോട്ട് പോകാം. അതല്ലാതെ ഇവിടെ ഇതുപോലെ ജീപ്പ് സർവീസ് കിട്ടും. അതുകൊണ്ട് 1000 രൂപ 1500 രൂപ കണ്ടേ. അപ്പോൾ അതിൽ വേണമെങ്കിലും പോകാം. അപ്പോൾ അവർ ഇവിടെ ഒരു അമ്പലമുണ്ട്, ആ അമ്പലത്തിൻ്റെ മുകളിലൊക്കെ കൊണ്ടുവന്ന് കാണിക്കും. കാരണം അവിടെ നമുക്ക് കുറച്ച് ഓഫ് റോഡാണ്, ബൈക്ക് കയറി പോകാൻ പറ്റുമല്ലോ എന്ന് അറിയത്തില്ല. നമുക്ക് അവിടെ പോയാലോ കറക്റ്റായിട്ട് കാര്യങ്ങൾ അറിയത്തുള്ളൂ. ഇവിടെ റോഡിലൊക്കെ കണ്ടമാനം മൃഗങ്ങളെ കാണാൻ പറ്റുമെന്നാണ് ഇവിടെ വന്നപ്പോഴത്തേക്ക് ചായ കുടിക്കാൻ നിർത്തിയപ്പോഴത്തേക്ക് അവർ പറഞ്ഞത്. പിന്നെ നമുക്ക് എന്തായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഇതൊരു ഡാമാണ്, പിന്നെ മറവക്കണ്ടി ഡാം. പക്ഷെ അകത്തോട്ട് കയറാൻ വകുപ്പില്ല. ഒരു അമ്പലമൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവിടെ എന്താണ്ടോ ഡാമിൻ്റെ എന്തോട്ടൊക്കെ മുകളിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മസനഗുഡിയിൽ എത്തിയിട്ട് ആദ്യത്തെ സ്പോട്ടിംഗ് ആണ്. സിംഹവാലം കുരങ്ങ് ഇരിക്കുന്നുണ്ടോ റോഡിൽ. ഇവിടെ ഇങ്ങനെ കണ്ടമാനം റോഡിൽ ഇങ്ങനെ കാണാൻ പറ്റും. രണ്ടെണ്ണം ഉണ്ട്. ഒരെണ്ണം താണ്ട കുറ്റി ഇരിപ്പുണ്ട്, ഒരെണ്ണം താണ്ട് അവിടെ നടന്നു പോവാം. നമ്മളിങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഒരു മൈൻഡും ഇല്ല. ഞങ്ങോട്ട് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഓടി വരുന്നുണ്ട്. താണ്ട മാനൊക്കെ അവിടെ നിൽപ്പുണ്ട്. താണ്ട അവിടെ കുറച്ച് മാൻ നിൽപ്പുണ്ട്. താണ്ട മണ്ടയ്ക്ക് കുരങ്ങുണ്ട്. താണ്ട അങ്ങോട്ട് അകത്തോട്ടുണ്ട്. പക്ഷേ ഇതിൽ ഇത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് അടുത്തൊരിതാണ് ഇതുണ്ടോ, മാൻ നിൽക്കുന്നുണ്ടോ. ഇവിടെ ഈ റോഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതുപോലെ ഇഷ്ടം പോലെ മൃഗങ്ങളെ നമുക്ക് ഈ റോഡിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടുള്ള വശങ്ങളിൽ കാണാം. അതേണ്ട ഒരു കുട്ടി മാൻ നിൽക്കുന്നുണ്ടോ. ആണ് നമ്മളെ കണ്ടു ഓടിപ്പോയത്. ഇതാണ് ഈ റോഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കണ്ടമാനം മൃഗങ്ങളെ നമുക്ക് കാണാൻ പറ്റും ഈ റോഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ. ഇഷ്ടംപോലെ മാന്, ഇതുപോലെ ഈ കുരങ്ങ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇഷ്ടം പോലെ ഈ റോഡിൽ എപ്പോഴും. ഒരു രാവിലെ ഇല്ലേ ഒരു ഉച്ച കഴിഞ്ഞൊരു 5 മണി ആ ടൈമിലൊക്കെ വരുവാണെങ്കിൽ ഇഷ്ടം പോലെ ഈ റോഡിൽ നിറച്ചതായിരിക്കും. ഒരു മാൻകുട്ടി ഇത് കഴിക്കുന്നുണ്ടോ, പുല്ല് കഴിക്കുന്നുണ്ടോ. അതിനൊരു പേടിയില്ല കേട്ടോ. അതുകൊണ്ട് അവിടെ ഒരെണ്ണമുണ്ട്. അതിനൊന്നും വലിയ പേടിയില്ല. കാരണം സ്ഥിരം ഇങ്ങനെ വണ്ടി വന്ന് ഇങ്ങനെ നിർത്തി ചവിട്ടി ആൾക്കാർ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. യാതൊരുവിധ പേടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. അല്ലെങ്കിൽ കൂളായിട്ട് അവിടെ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. ദാണ്ട് അവിടെ അടുത്ത് ദാണ്ട് അവിടെ പാനിപ്പുണ്ട്. ദാണ്ട റോഡിൽ ഇതേണ്ട ഇവിടെ. ഇതാണ് ഈ റോഡിൻ്റെ പ്രത്യേകത.
അവിടെ കുറേ സിംഹവാലംകുരങ്ങന്മാരിരുന്നത് അവിടെ. അതിൻ്റെ ഇടയിലൊക്കെ മാനുണ്ട് കേട്ടോ. ഇവിടെ ഇതുങ്ങളെയാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. സ്പോട്ട് ചെയ്യുന്ന ഇതുങ്ങളെയാണ്, മാനും ഈ കുരങ്ങും. ഞങ്ങൾ പണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഫ്രണ്ട്സിനൊപ്പം ഈ ഊട്ടി വന്ന സമയത്ത് ഈ മസനഗുഡിയിൽ നിന്ന് ഇതുപോലെ ജീപ്പിൽ ഞങ്ങളിങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്ന് കണ്ടു. അതുപോലെ തന്നെ അപ്പുറത്തെ ഭാഗവും പോയായിരുന്നു. അന്ന് ആ ജീപ്പിൻ്റെ ഡ്രൈവർ ഞങ്ങളോട് പറഞ്ഞാണ് ഇവിടെ ആനകളെ സ്പോട്ട് ചെയ്യാൻ ഭയങ്കര ഇതാണ്, പെട്ടെന്ന് കിട്ടാനുണ്ട്. കാരണം ഇതിനപ്പുറത്ത് ഒരു അരുവി പോലൊരു സ്ഥലമുണ്ട്, അവിടെ വെള്ളം കുടിക്കാനായിട്ട് ഈ ആനകൾ വരാറുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അന്ന് ഞങ്ങൾ വന്ന സമയത്ത് ഒരു 7 മണി ടൈമൊക്കെ ആയി. അന്നാണ് അവർ ഞങ്ങളെ ഇതിൽ പോകുന്നത്, വൈകിട്ടൊരു 7 മണി ടൈമിലാണ്. അപ്പം ഞങ്ങളന്ന് കരടിയൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ ഭാഗ്യമുണ്ട് ചിലപ്പോൾ നമുക്ക്. ഇത് രാവിലെ ആയതുകൊണ്ട് എത്രത്തോളം ഇതാകും കാരണം ഏകദേശം ഒരു 11 മണിയോടായി ഞങ്ങളിവിടെ വന്നപ്പോഴത്തേക്ക്. അപ്പോൾ അതുകൊണ്ട് അറിയില്ല. നമുക്ക് എന്തായാലും മുന്നോട്ട് പോകാം. നമ്മുടെ തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയുടെ കീഴിൽ വരുന്ന ഒരു ഗ്രാമപ്രദേശമാണ് നമ്മുടെ ഈ മസനഗുഡി. അതുപോലെ തന്നെ ഊട്ടിക്കും തെപ്പക്കാട്ടിനും ഇടയിൽ MDR 700 എന്ന പേരിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഊട്ടിയിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ അകലെയായിട്ടാണ് നമ്മുടെ മസനഗുഡി സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ മുതുമല കടുവാ സംഘത്തിൻ്റെ ബഫർ സോണിൻ്റെ കീഴിലായിട്ടാണ് ഈ ഗ്രാമം വരുന്നത്. മസനഗുഡിയുടെ ആകെ വിസ്തീർണം 51.77 സ്ക്വയർ കിലോമീറ്ററും അതിൽ ഏകദേശം 85% വനമാണ്. സമുദ്രത്തിൽ നിന്നും ഏകദേശം 3120 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മസനഗുഡി ഒരു ഇരുള ഗോത്രവർഗത്തിൽപ്പെട്ട ആളുകളുടെ നാടായിട്ടാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഉഷ്ണമേഖല കാലാവസ്ഥയാണ് മസനഗുഡിയിൽ ഉള്ളത്. ശൈത്യകാലവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വേനൽക്കാലത്ത് മഴ വളരെ കൂടുതലാണ്. മസനഗുഡിയിൽ ശരാശരി വാർഷിക താപനില 22 ഡിഗ്രി സെൽഷ്യസാണ്. ഒരു വർഷത്തിൽ ഏകദേശം 1514 മില്ലിമീറ്റർ മഴയോളം ഈ ഒരു പ്രദേശത്ത് ലഭിക്കാറുണ്ട്. ഇത് മസനഗുഡിയിലെ ഗ്രാമങ്ങളാണ്. ഇവിടുത്തെ ഈ സ്ഥലത്തെ ഗ്രാമമാണ്. ഇവരുടെ മെയിനായിട്ടുള്ള ഉപജീവന മാർഗ്ഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷിയും ഈ കന്നുകാലി വളർത്തലും ഒക്കെ. അതാണ് ഈ സൈഡിലുള്ള ഫ്രണ്ടിലൊക്കെ കാണുന്നത്. ഇതുപോലെ അനേകം കന്നുകാലികളുണ്ട്. ഇവരെ രാവിലെ ഇത് മേയിക്കാനായിട്ട് വരും. അത് സാധാരണ 1-2 പേർക്ക് ഇവർ കൂട്ടമായിട്ടുള്ള എല്ലാവരുടെയും കൂടെ ഈ മൃഗങ്ങളെ ഒരാളുടെ അടുക്കലായി ഈ മേയിക്കാനായിട്ട് കൊടുത്തു വിടുന്നത്. ഇതാണ് ഇവരുടെ മെയിനായിട്ടുള്ള ഉപജീവന മാർഗ്ഗം. നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് മോയാർ ഡാം. ഇവിടെ ഈ വൈകുന്നേരം സമയങ്ങളിൽ ആനിമൽസൊക്കെ വെള്ളം കുടിക്കാനായിട്ട് ആനയും കാട്ടുപോത്തും മാനും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിനപ്പുറം സൈഡിലായിട്ട് വരാറുണ്ട്. ഈ സൈഡിലോട്ട് വരില്ല. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനത്തെ വേലി പോലെ ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, ഇവിടെ വരുന്ന വിനോദസഞ്ചാരികളെ മറ്റേ ഈ ജീപ്പിൽ കൊണ്ടുപോയി അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സ്ഥലങ്ങളൊക്കെ കാണിക്കുക, ആനിമൽസിനെ കാണിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇവിടുത്തെ ഫോറസ്റ്റിൻ്റെ കീഴിൽ വാച്ചർമാരായിട്ട് ജോലി ചെയ്യുക. അങ്ങനെ ഒത്തിരി ആൾക്കാർ ഇവിടെ ഇതുപോലെ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ വലത് സൈഡിൽ കാണുന്നതാണ് മോയാർ പോസ്റ്റ് ഓഫീസ്. ഇത് മസനഗുഡി മെയിൻ പോസ്റ്റ് ഓഫീസിന്റെ കീഴിലുള്ള ഒരു പോസ്റ്റ് ഓഫീസ് ആണ്. ഇത് ഇവിടം വരെയുള്ള റോഡ് വില്ലേജാ? ട്രൈബൽസ് ഏരിയ പോകാൻ മുടിയോ? ഫോറസ്റ്റ് ഏരിയ അകത്തോട്ട് போக முடியல. ரோடு இருக்கு, ஆனா ட்ரைபல்ஸ் ஏரியா தான் பார்த்து போவோம். பிரச்சனை இல்லை, அவங்க மட்டும் இருக்கிறாங்க. போனா ஏதாவது ஊருக்கு வராது, வருவாங்க. நீ சும்மானா ஒரு கோயில் இருக்கு, அங்கே வராங்க, போய் பார்க்கலாம். കേട്ടോ. നമുക്ക് തമിഴ് വലുതായിട്ട് അറിയാത്തതുകൊണ്ട് ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്താണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് സഹകരിക്കണം. അവർ പറഞ്ഞ വില്ലേജ്, ഈ വില്ലേജിൻ്റെ കാര്യം തോന്നുന്നു പറഞ്ഞത്. ഇവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കണ്ടവാനും ഫെൻസിങ് കാര്യങ്ങളെല്ലാം കെട്ടി വെച്ചിട്ടുണ്ട്. എനിക്കൊന്ന് വൈകിട്ട് മൃഗങ്ങൾ ഇറങ്ങുന്ന സ്ഥലമായതുകൊണ്ട് അതിൽ നിന്ന് കൃഷിയെ സംരക്ഷിക്കാൻ വേണ്ടി ചെയ്തു വെച്ചിരിക്കുന്നതാണ്. ഇവിടെ കൊണ്ട് ഈ റോഡ് അവസാനിക്കുകയാണ്. ഇവിടുന്ന് നമുക്കിനി അങ്ങോട്ട് പോകാനായിട്ട് പറ്റുകയില്ല എന്നാണ് പറഞ്ഞത്. നമുക്കെന്തായാലും അവിടെ വരെ ഒന്ന് പോയി നോക്കില്ല. അതുകൊണ്ട് അങ്ങ് അത് കാടിനകത്ത് അവിടെയൊക്കെ ആൾക്കാർ നിൽപ്പുണ്ട് കേട്ടോ. ഇവിടം വരെ ഉള്ളൂ. ഇവിടെ കൊണ്ട് എൻഡാണ്. അതാന്ന് തോന്നുന്നു പറഞ്ഞ അമ്പലം. സന്ധ്യ സമയങ്ങളിൽ നൈറ്റ് വരുക.
നമുക്ക് അവിടെ നിന്ന് പോയിട്ട് വരാം. ഹായ്. ഇവിടെ നമുക്ക് ഇനി അങ്ങോട്ട് അലവല്ലെന്നാണ് പറഞ്ഞാണ്. ആ അമ്പലത്തിൽ പോകാം, ഇതിലെ റൂട്ടുണ്ടെന്ന് പറഞ്ഞു. നമുക്കൊന്ന് പോയി നോക്കാം അങ്ങോട്ട്. നമുക്ക് കയറേണ്ട അതിലെയാണ്, പക്ഷേ അമ്പലം അടച്ചിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിൻ്റെ അകത്തോട്ട് കയറാനായിട്ട് പറ്റിയില്ല. എന്തായാലും ഇവിടുന്ന് തിരിച്ചു പോകാം. തോന്നുന്നു ഇവിടുത്തെ ആൾക്കാരുടെ ഫുള്ള് കൃഷിയിടങ്ങളാണെന്ന് തോന്നുന്നു. ഇതൊക്കെ കൃഷി കഴിഞ്ഞിട്ട് കിടക്കുന്ന ഒരിതാണ് തോന്നുന്നത്. ഇവിടെ എന്നിടയ്ക്ക് നട്ടു വെച്ചിട്ടുണ്ട്. പിന്നെ വെള്ളം പോകാനായിട്ടുള്ള ഇങ്ങനെ ഓരോരോ പൈപ്പ് ഇട്ടിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ടങ്ങ് കിടക്കുക. ചില സ്ഥലങ്ങളിൽ അവിടെ കുറച്ചങ്ങ് ദൂരത്തൊക്കെ ആയിട്ട് ഈ ട്രാക്ടർ ചുഴിയുന്നതൊക്കെ ഉണ്ട്. പിന്നെ അവിടെ കുറേ ആടും മറ്റേ പോത്ത് അങ്ങനെയുള്ള കന്നുകാലികൾ അവിടെ മേയുന്നുണ്ട് അങ്ങ് ദൂരത്തായിട്ട്. അവിടെ വണ്ടിയൊക്കെ കിടപ്പുണ്ട്. എനിക്ക് തോന്നുന്നു അവരുടെ കൃഷിയിടങ്ങളാണെന്ന് തോന്നുന്നു ഇങ്ങനെ കാണുന്ന ഈ ഒരു സ്പേസ്. നമുക്ക് എന്തായാലും തിരിച്ചു പോവാം. നമ്മളിപ്പോൾ മോയാറിൽ നിന്ന് തിരിച്ച് മസനഗുഡി ടൗണിൽ വന്ന് ഇപ്പം സിംഗാര പോകും. ഏകദേശം മോയാറിൽ 16 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു 16 കിലോമീറ്ററോളം ഉണ്ട് മസനഗുഡി ടൗണിലോട്ട്. അവിടുന്ന് ഈ ഒരു റൂട്ട് ഏകദേശം 8 കിലോമീറ്ററോളം ഉണ്ട് സിംഗാര എന്ന് പറയുന്നത്. ഈ ഒരു റൂട്ടിലാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നപ്പോഴത്തേക്ക് നമ്മുടെ ജീപ്പിൽ ട്രക്കിങ്ങിന് കൊണ്ടുപോയ കാര്യം. ആ ഒരു സമയത്ത് ഞങ്ങൾ ആനയെ സ്പോട്ട് ചെയ്ത് ഈ ഭാഗത്ത് നിന്ന്. അപ്പൊ ഈ ഒരു റൂട്ടിലാണ് ആനയെ സ്പോട്ട് ചെയ്തത്. ഈ ഒരു റൂട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ആന, കാട്ടി, മാറ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഈ റൂട്ടിൽ ധാരാളം കാണാൻ പറ്റും. നമുക്ക് പോകുമ്പോൾ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ മറ്റൊരു കാര്യം, മസനഗുഡിയിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നവർ ഒരു കാര്യം കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ഈ മസനഗുഡിയിൽ വന്നു കഴിഞ്ഞാൽ സ്റ്റേ കാര്യങ്ങളൊക്കെ ഈ മസനഗുഡി ടൗണിലോ അതുപോലെ തന്നെ ഈ 9 മണി തൊട്ട് പിറ്റേ ദിവസം കാലത്ത് 6 മണി വരെ നമുക്ക് പുറത്തിറങ്ങി നടക്കാനോ കാര്യങ്ങൾക്കൊന്നും പറ്റില്ല, യാത്രയ്ക്കോ കാര്യങ്ങൾക്കൊന്നും പറ്റില്ല. ഈ മസനഗുഡി ടച്ച് ചെയ്ത് ഊട്ടിക്ക് പോകാൻ പറ്റും. ഈ മസനഗുഡി, ഈ സിംഗാര അങ്ങനെയുള്ള ഈ മോയാർ ഈ പ്രദേശങ്ങളിലൊന്നും നമുക്ക് യാത്ര ചെയ്യാനായിട്ട് രാത്രി 9 മണിക്ക് ശേഷം യാതൊരുവിധ അനുമതിയോ കാര്യങ്ങളില്ല. അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് നമ്മളെ ഫോറസ്റ്റുകാർ പിടിച്ചാൽ നമുക്ക് നല്ല രീതിയിലുള്ള ഫൈനും കാര്യങ്ങളും അതുപോലെ തന്നെ കേസും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരും. അതുകൊണ്ട് നിങ്ങൾ ഒന്ന് സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ഇതൊന്ന് കേട്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ഇങ്ങനെയുള്ള പരിപാടിക്ക് നിൽക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്തായാലും നമുക്ക് ഈ റൂട്ടിൽ പോകാം. എന്തെങ്കിലും കാണും തോന്നും. നമ്മുടെ ഈ 2 സൈഡിലും കാപ്പിത്തോട്ടങ്ങളാണ്. എനിക്ക് തോന്നുന്നു അവിടെ ജോലി ചെയ്യുന്നവർ താമസിക്കുന്ന വീടുകളാണെന്ന് തോന്നുന്നത്. എന്തായാലും ഇവിടം വരെ ഉള്ളൂ. ഇതിനപ്പുറത്ത് ഫോറസ്റ്റുകാരുടെ ചെക്ക് പോസ്റ്റ് ആണ്. നമ്മളവിടെ തിരിച്ചു വിട്ടു. അങ്ങോട്ട് ഇനി പോകാൻ യാതൊരുവിധ അനുമതിയില്ല. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് കാണാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അപ്പം ഞങ്ങളിവിടെ നേരെ ഊട്ടിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് കാണാം. അതുവരേക്കും ബൈ.